കിച്ചുവിന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയതായിട്ട് 24 മണിക്കൂറും വഴക്കായിരുന്നു, രാത്രി 2 മണിക്കും 1 മണിക്കും ഒക്കെ ഒരു കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, സത്യമാണ്. കിച്ചു പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തുണിയൊക്കെ തേച്ച് കൊച്ചിനെയൊക്കെ ഒരുക്കി നമ്മള് എന്നോട് പറയണം അമൃതയിൽ ഒരു ഷൂട്ടുണ്ട്, ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അമൃതയുടെ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട രേഷ്മ എസ് പിള്ള ചേച്ചി, അങ്ങനെ എല്ലാം കുതാഹവ ആയല്ലോ അല്ലേ? മൊത്തത്തിൽ പണിപാളി കിട്ടിയല്ലോ. ഇന്നലെ കിച്ചുവിൻ്റെ ലൈവ് കണ്ട ആളുകളായിരിക്കും ഭൂരിഭാഗവും അല്ലേ? ഇന്നലെ കിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. രേഷ്മ എസ് പിള്ള എന്ന വ്യക്തിയെ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച ഒരാളാണ് ഞാൻ. അതിനുശേഷം അവർ പല ഇൻ്റർവ്യൂകളിലും വന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ കേട്ടതാണ്. ഇതിൽ പലതിനോടും യോജിക്കാൻ, അല്ലെങ്കിൽ അവർ പറയുന്നതിനകത്തൊക്കെ എവിടെയൊക്കെ ഒരു ശരികേടുണ്ട് എന്ന് തോന്നിയ വ്യക്തിയാണ് ഞാൻ. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ വീഡിയോ കാണുന്നതിനകത്തുനിന്ന് തന്നെ ഭൂരിഭാഗം ആളുകളും എന്നെ തെറി പറഞ്ഞതാ. എന്തിനാണ് അവരെ തെറി പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ തെറിയൊന്നും പറഞ്ഞില്ല, എന്നെ നിങ്ങൾ തെറി പറഞ്ഞതാണ് കുറേ ആളുകൾ. എന്തിനാടാ നീ അവരെ കുറ്റം പറയുന്നത്? അവർ കറക്റ്റ് അല്ലേ പറയുന്നത്, പാവം സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ എൻ്റെ വെക്കിട്ട് കയറി. ഞാൻ അപ്പോഴൊന്നും മിണ്ടിയില്ല. പറയട്ടെ എല്ലാവരും, ഒരു ദിവസം വരും. ആ ദിവസം ഇന്നലെയായിരുന്നു. ഉള്ളതെല്ലാം കിച്ചു പറഞ്ഞു, കേട്ടല്ലോ. ഇനി ആ ചെറുക്കിനും എന്തെങ്കിലും പ്രശ്നമെന്ന് പറയുമോ നിങ്ങൾ? പറയുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എന്തായാലും വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇന്നലെ കിച്ചുവിൻ്റെ ആ ലൈവ് വന്നപ്പോൾ തന്നെ ഞാനെടുത്ത് റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഞാനായിരുന്നു ആ ഒരു കാര്യം, ആ ഒരു കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യേണ്ട ഒരു ഉത്തമ പുരുഷൻ. കാരണം അതിൽ കിച്ചു പറഞ്ഞത് രേണുവിനെതിരെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് തൊടാതെയും തൊട്ടും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വീണാസുതിക്കെതിരെ നല്ല രീതിയിൽ ചെറുക്കം പറഞ്ഞിട്ടുണ്ട്. ഇതിലെ പലതും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചതുമാണ്. അന്ന് എല്ലാവരും എന്നെ തെറി പറഞ്ഞു, പോട്ടെ, എനിക്ക് പിണക്കമില്ല, നിങ്ങളോട് പോട്ടെ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ. നിങ്ങളല്ലേ എൻ്റെ എല്ലാം, നിങ്ങളല്ലേ? അപ്പോൾ ഒന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഈ ചെറുക്കം പറയുന്നതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഉണ്ടോ എന്ന്. കുറേ പേര് ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ പറയുന്നതിനകത്ത് എന്തൊക്കെയോ ഒരു കാര്യം ഉണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ കുറേ പേര് നമ്മളെ തെറി പറഞ്ഞു. എന്നൊക്കെ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. എന്താണ് ആൾക്കാരൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് തോന്നി. ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന വ്യക്തി തന്നെ എൻ്റെ ഒരു വീഡിയോ അടി വന്ന് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ തിരിച്ച് അതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവരെ ഡിലീറ്റ് ചെയ്ത് പോവുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കെ നമുക്ക് കാര്യങ്ങൾ കത്തി. പിന്നെ അതൊന്നുമല്ല, ഞാൻ ഇപ്പോഴും പുറത്തു വിടാത്ത എൻ്റെ കയ്യിൽ മാത്രമായിട്ടിരിക്കുന്ന കുറേ തെളിവുകളുണ്ട്. ഇവരെ വളരെ അടുത്തറിയാവുന്ന കുറച്ച് ആളുകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊന്നും ഇപ്പോൾ പുറത്തു വിടത്തില്ല. എന്തെങ്കിലും എനിക്ക് ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ടൊരു പ്രശ്നം വരികയാണെങ്കിൽ അന്ന് ഞാൻ ഈ സാധനം പുറത്തു വിടും. അന്നേ ഞാനത് വിടുകയുള്ളൂ. കാരണം അത് അത്രയ്ക്കും അടിപൊളി സാധനങ്ങളാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താണെങ്കിലും ഇന്നലത്തെ കിച്ചുവിൻ്റെ ലൈവ്, പിന്നെ ഇപ്പം ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലേ, നമ്മുടെ വീണ എസ് പിള്ള ഒരു ചാനലിലെ അങ്ങോട്ട് വിളിച്ച്, ഒരു ഓൺലൈൻ മീഡിയ ഒന്നുമല്ല, ഒരു യൂട്യൂബറിനെ അങ്ങോട്ട് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്ത് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വീണ എസ് പിള്ള തന്നെ ഈ ഒരു അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ല, ഞാൻ മോൻ കാണിച്ച് വരുന്നില്ല. ഇതിന് മുമ്പും പറഞ്ഞതാണ്. എന്നിട്ട് ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ട് വന്നു, ഇപ്പോഴും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. മോഹം വേണ്ട, അതിവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. വോയിസ് കൊടുത്തില്ലേ? അതുകൊണ്ട് വലിയ കഥയൊന്നും പറയണ്ട. ഓൺലൈൻ മീഡിയയിലോട്ട് വരുന്നില്ല. അത് മോഹമാണെങ്കിലും വോയിസ് ആണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിവിടെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ ഇനിയും എനിക്ക് കംപ്ലീറ്റ്ലി അങ്ങോട്ട് വിശ്വസിക്കാൻ ഇച്ചിരി പാടാണ്. എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും വീണ എസ് പിള്ള അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങനെയല്ല, ശരിയല്ല എന്നും പറഞ്ഞ് ഞാൻ തള്ളിക്കളയത്തൊന്നുമില്ല. പക്ഷേ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് തോന്നിയാൽ അത് ഞാൻ പറയും, അത്രേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ആരോടും സ്നേഹം കൂടുതലോ സ്നേഹക്കുറവോ ഒന്നുമില്ല. എന്താണെങ്കിലും നമുക്ക് വീണ എസ് പിള്ള പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് കിച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഞാൻ ഈ സാധനം കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ താമസിച്ചു പോയത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ റിയാക്ട് ചെയ്ത പലരും അത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെനിക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കണം. നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നമുക്കിത് കേട്ട് തുടങ്ങാം. ആ ഒരു ക്രൈം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷമല്ല, ഡിസംബറിൽ, കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കുറേ നാൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് ഷാപ്പിൽ പോയി. അപ്പൊ അവിടുന്ന് ഞാൻ കള്ളു കുടിച്ചു. കള്ളെന്ന് പറഞ്ഞാൽ മറ്റേ കള്ള്, അവിടെ അപ്പൊ ടേസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ കഴിച്ചു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി നിർത്തി ഊതിപ്പിച്ചപ്പോഴത്തേക്കും അതാണ് എന്തുവാ ഇതായോണ്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ അവിടുത്തെ പപ്പ വന്നിറക്കിയെന്നോ അങ്ങനൊന്നും അല്ല. രാത്രി സംഗതി എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് തങ്കച്ചൻ ചെറുക്കനെ പോയി ഇറക്കി എന്നുള്ളൊരു സമ്പതി, ഒരു കിംബദന്തി കേൾക്കുന്നുണ്ടായിരുന്നല്ലോ പോലീസ് സ്റ്റേഷനിൽ പോയി. ഒന്നുമല്ല, തങ്കച്ചനൊന്നുമല്ല, അതായത് കൂട്ടുകാരനാ പോയി ഇറക്കിയത്. പിന്നെ
കിച്ചു മോനെ, കള്ള് എന്ന് പറയുന്നത് എല്ലാം കള്ള് തന്നെ. അത് മറ്റേ കള്ള് മറിച്ച കള്ള് അങ്ങനെയൊന്നുമില്ല. കള്ള് അതെല്ലാം ആൽക്കഹോൾ എന്ന് പറയുന്നത് അത് വെള്ളക്കള്ള് വരും, പിന്നെ നമ്മുടെ വൈറ്റ് റംസ് വരും, അത് കൂടാതെ എല്ലാം അതിനകത്ത് വരുള്ളൂ. ഈ നമ്മുടെ ബിയർ പോലും ഒരു കള്ളാണത്. പിന്നെ അതിനെ ന്യായീകരിക്കാനൊന്നും വരണ്ട. പിന്നെ ഹെൽമെറ്റ് ഇട്ടതോ നീ കയ്യിൽ ഗ്ലൗസ് ഇട്ടതോ അതിലൊന്നും ഒരു കാര്യമില്ല. കുടിച്ചിട്ടുണ്ടോ, വണ്ടി ഓടിച്ചിട്ടുണ്ടോ, അത് തെറ്റ് തന്നെയാണ്. അത് അവൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല, ചെറുക്കൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ മോനെ. പിന്നെ തങ്കച്ചനെ വിട്ട് കളഞ്ഞത് നമ്മൾ പണ്ടേ. അയാൾ ഭൂലോക കൂടായ്പാണെന്ന് നേരത്തെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാ. നമുക്കത് വലിയ കാര്യമില്ല. പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ തുടക്കത്തിൽ. ഓരോ മൈന്യൂട്ട് സാധനങ്ങളും പൊക്കി കാണിക്കണമല്ലോ. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ന്യൂസ് എന്താണ്, മറ്റേ സെക്കൻഡ് മാരേജ്. അതാണ് ഏറ്റവും സെക്കൻഡ് മാരേജ്. അങ്ങനെ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഓക്കെ അല്ലായിരുന്നു, എപ്പോഴും അടിയും കാര്യങ്ങളുമായിരുന്നു. എന്നിട്ട് അവര് സംസാരിച്ച് അവരായിട്ട് ഡിസിഷൻ എടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അങ്ങനെ മാറിപ്പോയതാണ്. അവരായിട്ട് ഡിസിഷൻ എടുത്ത് മാറിയതാ. പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇവിടെ പറഞ്ഞ് വീണ്ടും അതിനൊരു പ്രശ്നമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. വീണ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. കേട്ടല്ലോ നിങ്ങൾ, കേട്ടല്ലോ. കിച്ചു ആണ് പറയുന്നത്. സുധി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ 11 വയസ്സുള്ള മോനാണ് ഈ പറയുന്നത്, ഞാനല്ല പറയുന്നത്. വീണ എന്ന് പറഞ്ഞ വ്യക്തി വന്നിരുന്ന് പറയുന്നത് എല്ലാം ഒന്നും ശരിയല്ല. അവരിനി എത്രയൊക്കെ വന്ന് മെഴുകിയാലും അവരത് പുതിയ, ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് വോയിസ് ഇന്നലെ സംസാരിച്ച് വോയിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു കാര്യമില്ല. ഞാനിനി അതൊരു പരിധിയിൽ കൂടുതൽ കേൾക്കാൻ നിൽക്കില്ല. അത് വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ഓൾറെഡി ഇവർ പറഞ്ഞ പല കാര്യത്തിനകത്തും എവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനത് പറയുകയും ചെയ്ത ഒരാൾ. ഇപ്പോൾ ദാ കിച്ചു തന്നെ പറഞ്ഞു അവർ പറയുന്ന എല്ലാം ഒന്നും ശരിയല്ല. മനസ്സിലായല്ലോ. അതുകൂടാതെ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് വോയിസ് ക്ലിപ്പുകൾ, എന്നോട് ഒരാൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ, അത് അയാൾ തന്നെ എന്നോട് പറഞ്ഞു, ഇത് നീ വെച്ചോ, നീ ഇതെന്തെങ്കിലും നിനക്ക് പുറത്ത് വിടണമെങ്കിൽ നീ പുറത്ത് വിട്ടോ. ഞാൻ പക്ഷെ പുറത്ത് വിടത്തില്ല, അതെൻ്റെ കയ്യിൽ ഇരിക്കട്ടെ അതവിടെ. അതിനകത്ത് പറയുന്ന കാര്യങ്ങളും അതിനുശേഷം എന്തിനാ അധികം പറയുന്നത്, എൻ്റെ തന്നെ ഒരു വീഡിയോ അടി വന്ന് കമൻറ്റ് ഇട്ടിട്ട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യം തന്നെ. ഇവരോട് അങ്ങോട്ട് ചോദിക്കുന്നത് ഇവർക്ക് പറയാൻ താല്പര്യമില്ല. ഇപ്പം തന്നെ കിച്ചു വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം വീണയുമായി ബന്ധപ്പെട്ട് തന്നെ. പിന്നെ വീണ, നിങ്ങളായിട്ടാണ് ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇപ്പോൾ ഈ കിച്ചു വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കിട്ടാതിരിക്കട്ടെ, പക്ഷെ എന്താണെങ്കിലും ഒരു കൂട്ടം ആളുകൾ നിങ്ങളെ ഇനിയും തെറി പറയും. അതിനകത്ത് വന്നിരുന്ന് മെഴുകിയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, അത് മാത്രം എല്ലാവരും അങ്ങോട്ട് നടക്കുന്ന കേസല്ല, നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നി. അത് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലാവുകയും ചെയ്തത്. അത് വേറൊന്നുമല്ല, ഇവരുടെ കല്യാണം കഴിഞ്ഞു, അത് കൺഫേം ആണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് സുഹൃത്തുക്കൾ വരെ സാക്ഷിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചോദിച്ചതിന് ഇവരോട് നമ്മൾ ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോ ചോദിച്ചാണ്, എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്, ഫോട്ടോ, കല്യാണം കഴിഞ്ഞ ഫോട്ടോയോ ഇല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഈ രജിസ്റ്റർ മാരേജിൻ്റെ അതോ ഡോക്യുമെൻറ്റ്സോ എന്തെങ്കിലും. പക്ഷേ എനിക്കറിയാൻ സാധിച്ചത് അങ്ങനത്തെ ഒരു പരിപാടി ഇവരുടെ ഇല്ല, സാധനങ്ങളൊന്നും ഇവരുടെ ഇല്ല. പക്ഷെ അത് കൺഫേംഡ് ആണ്, കല്യാണം കഴിഞ്ഞു, ഓക്കെ, മനസ്സിലായി. പക്ഷെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾ തന്നെ പല സമയത്ത് ഈ രേണുവിനെ പോലെ തന്നെ നേരത്തെ പറഞ്ഞതല്ല ഇപ്പം പറയുന്നത്, മാറി മാറി പറയുന്നുണ്ട്, പല സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വന്നിരുന്ന് മെഴുകരുത് ചേച്ചി. പിന്നെയും നിങ്ങൾ തന്നെ നിങ്ങളുടെ വില തന്നെ പൊക്കോണ്ടിരിക്കും. എനിക്കതാ പറയാനുള്ളത്. നമുക്ക് ബാക്കി കേൾക്കാം. അത്രേ പറയാനുള്ളൂ, കറക്റ്റ് അല്ല. അതിൽ കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്ന. ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തമ്മയാണേലും വരുന്നതും. അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മ അച്ഛട്ടുകളിലല്ല. അതിന് മുന്നേ ഇങ്ങനെ ആയിരുന്നു. എന്നിട്ട് അവര് സംസാരിച്ചു, ഇങ്ങനെ എന്തോ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു, അങ്ങനെ എത്ര കൊടുത്തു, അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്തു. ഭയങ്കര സീനായിരുന്നു. കേട്ടല്ലോ, ഭയങ്കര സീനായിരുന്നു അവർ, ഭയങ്കര സീൻ. അത് മാത്രമല്ല, എനിക്ക് കിച്ചുവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, എനിക്ക് എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ്, ഇത് കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഈ വീണ എന്ന് പറയുന്ന സ്ത്രീ അവർ ചിലപ്പോൾ ഈ കിച്ചുവിനെ നോക്കി കാണത്തില്ല. കിച്ചു ഇതിനകത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവനെ നോക്കിയത് അവൻ്റെ അച്ഛനും അവൻ്റെ അച്ഛൻ്റെ വീട്ടിലെ മാമനോ ഇളയമ്മയോ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. ഇപ്പോഴത്തെ രേണു പോലും നോക്കിയതിനെ പറ്റി അവൻ പറയുന്നില്ല. രേണു നോക്കിയതിനെ പറ്റി അവൻ പറയുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. വീണയുടെ കാര്യം അവന് പിന്നെ ഒരു പരിധിക്കുള്ള താല്പര്യം ഇല്ല പറയാൻ. പിന്നെ അവർ പറയുന്ന കള്ളത്തരമാണെന്ന് അവൻ പറയുന്നുണ്ട്, സുധിയുടെ മകൻ പറയുന്നുണ്ട്. പിന്നെ സുധി മരിച്ചു പോയി, മേളിലാണ്. ഇന്നാണെങ്കിലും അവർ കൊടുത്ത വോയിസിലാണെങ്കിലും സുധിയെ പറ്റിയിട്ട്
എന്ത് കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ വരുന്നത്? ഞാൻ ആദ്യം തൊട്ട് ചോദിക്കുന്നതാ. ഇവരുടെ പേരൊന്നും ആരും ഇവിടെ വലിച്ചഴച്ച് വെച്ച് താങ്ങുന്നൊന്നും ഇല്ലായിരുന്നു. രേണു ആണെങ്കിൽ പോലും പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല അധികം. ഇവർ പറയുന്ന ഒരിടത്ത് പറഞ്ഞു, നമ്മൾ ആരും അത് കേട്ടിട്ടില്ല. പിന്നെ കുറച്ച് പേര് പറയുന്നു പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, എന്നാലും കുറച്ച് പേരെ കേട്ടിട്ടുള്ളൂ. പിന്നെ രേണു ആരോടൊക്കെയോ മോശം പറഞ്ഞു, ഒരു 100 പേരോട് പറഞ്ഞു കാണും. ഇതിപ്പം 1000-ന് മേലുള്ള ആൾക്കാർ കണ്ടില്ലേ? ഇതൊക്കെ ഞാൻ ആദ്യം തൊട്ട് പറയുന്ന കണക്ക് ഇവർ പറയുന്നുണ്ട് ഫെയിമിന് വേണ്ടിയല്ല, അറ്റ് ലാസ്റ്റ് എല്ലാം ഫെയിമിന് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാതിരിക്കാൻ നാട്ടുകാർ പൊട്ടന്മാരല്ല. അത് മാത്രം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി അവര് എന്ന് പറയുമ്പോൾ അവര് വലിയ രീതി അവര് ഒരു കുഴപ്പമൊന്നുമില്ല, അച്ഛൻ മൊത്തത്തിൽ ഒരു തെറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മൊത്തത്തിൽ വീഡിയോ വന്നേക്കുന്നത്. നേരെ അങ്ങ് തിരിഞ്ഞ്. അതാണ് ഇപ്പൊ ഇവിടെ കൊല്ലത്തുള്ളവർക്ക് അച്ഛൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനാണെങ്കിലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം കാര്യങ്ങളും. ഇപ്പൊ അല്ല, വേറൊരു രീതി നോക്കുവാണെങ്കിൽ എന്തുവാ അവർക്കാർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ. യൂട്യൂബിൽ വന്ന് അവര് കല്യാണം കഴിച്ചെന്നാണെങ്കിലും പക്ഷെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. എന്തുവാ അവര് നോക്കുമ്പോ എന്തുവാ കൊല്ലം സുധീര വൈഫായാലും ഇപ്പൊ വരും ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വൈഫാണ് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നു. അപ്പം നിങ്ങളാണെങ്കിലും എല്ലാവരും അങ്ങനെ ചിന്തിച്ചു പോകത്തുള്ളൂ. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ന്യൂസ് വരുമ്പോ ഇങ്ങനെ എല്ലാരും വിചാരിക്കത്തുള്ളൂ. ഇത്രയും നാളും കാണാത്തവരെയൊക്കെ ഇത്രയും നേരം നമ്മളും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അവരത് പറയുന്നുണ്ട്, ഇത്രയും നാളും ഞാൻ വന്നിട്ടില്ല, എനിക്ക് അങ്ങനെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പം വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവർ ആരോടൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആദ്യമേ പറഞ്ഞു ഇവരുടെ സുഹൃത്തുക്കളുടെ അടുക്കൽ, പിന്നെ പറയുന്നുണ്ട് ഇവർ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഏതോ അവിടുത്തെ എന്തോ മാനേജ്മെന്റിനോടോ എന്തൊക്കെയോ പറഞ്ഞു, അവിടുത്തെ സ്റ്റുഡൻസിന്റെ അമ്മമാരോട് പറഞ്ഞു, അച്ഛന്മാരോട് പറഞ്ഞു, അങ്ങനെ പറയുന്നുണ്ട്. പലയിടത്ത് പല സാധനങ്ങൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. പിന്നെ നമുക്കറിയത്തില്ല എത്ര പേര്, ഞാൻ അതാ ചോദിക്കുന്നത്, കൂടിപ്പോയ ഒരു 100 പേരടയ്ക്ക് അല്ലേ, അത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 200 പേരടയ്ക്ക്. അത് അവിടെ പറഞ്ഞ് തീർക്കായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അപ്പം തന്നെ നേരെ സോഷ്യൽ മീഡിയയിലോട്ട് വരിക, എന്നെ അങ്ങനെ പറഞ്ഞേ, എൻ്റെ സുഹൃത്തുക്കളുടെ അടുക്ക് ഇങ്ങനെ പറഞ്ഞേ, മറ്റേത് പറഞ്ഞേ. എൻ്റെ ഒറ്റ ചോദ്യം ഇത്രേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ നാളെ ഇപ്പം ഇവരുടെ കുടുംബത്തിലെ ഉണ്ടായ സംഭവം ചിലപ്പോൾ നാളെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്? നേരെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കാരണോ? എന്ത് കാര്യത്തിന്? ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരും എന്തൊക്കെയോ ചെറിയ അഭിനയോ എന്തൊക്കെയോ ഉണ്ട്, ചെന്നൈയിലൊക്കെ ആണെന്ന് പറയുന്നു. ഇവർക്കും ചെറുതായിട്ടൊന്ന് മോഹം കുറച്ച് ആൾക്കാരിലേക്ക് എന്താ പതിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് കിട്ടിയൊരു ചാൻസ് ഇത്, അത് യൂട്ടിലൈസ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. പ്രത്യേകിച്ച് ആ ചെറുക്കൻ പറയുന്നത് കേട്ടല്ലോ, അവർ പറയുന്നത് എല്ലാം ഒന്നും ശരിയല്ല എന്ന് അവൻ പറഞ്ഞു. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ആളുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി കുഞ്ഞിയൊക്കെ ആയിരുന്നില്ലേ? അതായത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സെക്കൻഡ് മാരേജ് അങ്ങനെ നടക്കുന്നതും. ഒരു 5-ിലൊക്കെ ആയപ്പോഴത്തേക്കും, 5-ലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും. ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാനൊന്നും പറയുന്നില്ല. കേട്ടല്ലോ, അവൻ പറയുന്നത് കേട്ടല്ലോ, കൂടിപ്പോവും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എപ്പോഴും അവർ തന്നെ അടിയായിരുന്നു, എപ്പോഴും അവർ തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു. ഞാനല്ല പറഞ്ഞത്, സുധിയുടെ മകനാണ് പറയുന്നത്. എപ്പോഴും അവർ തമ്മിൽ പ്രശ്നങ്ങളായിരുന്നു. കേട്ടല്ലോ, ഇതിൽ കൂടുതൽ ഇനിയൊന്നും വേണ്ടല്ലോ. എല്ലാവരും എടുത്ത് മറ്റേ പൊക്കിയെടുത്ത് തലയിൽ വെക്കുന്നതിന് മുമ്പ് ആലോചിക്കുക, സോഷ്യൽ മീഡിയ ആണ്. ഇനി ചിലപ്പോൾ നാളെ വേറെ ആരെങ്കിലും വരും, ഉറപ്പായിട്ടും വരും ചിലപ്പോൾ. അപ്പം നമ്മൾ അവരെ പൊക്കിയെടുക്കാൻ പോകും. അതിനു മുമ്പ് ആ വന്ന് പറയുന്ന ആൾ പറയുന്നതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഈ ഉപ്പുമയം ഉണ്ടോ എന്നൊന്ന് നോക്കണം. എനിക്ക് അത്ര നിങ്ങളോട് പറയാനുള്ളൂ. എന്നിട്ട് നിങ്ങൾ തെറി പറയുന്നതൊക്കെ ഇരുന്ന് കേൾക്കാം. പക്ഷേ ഇത് നമ്മൾ പ്രോപ്പറായിട്ടൊരു കാര്യം പറയുമ്പോൾ പോലും അത് മനസ്സിലാക്കാതെ തെറി പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നാറുണ്ട്. പിന്നെയും വിചാരിക്കുക പോകട്ടെ, എത്രയാണെന്ന് വെച്ചാൽ പറയുന്നത്. ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കും. അങ്ങനെ ബുദ്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇച്ചിരി അങ്ങനെ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവർ അത് ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് അവർക്ക്. അതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിൽ പോലും അത് ഞാൻ മാത്രം പറയുന്നില്ല, ആരാണെങ്കിലും ആര് നിങ്ങളോട് എന്തൊരു കാര്യം പറഞ്ഞാൽ പോലും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും ഒരു പരിധി കൂടുതൽ അത് വിശ്വസിക്കാതെ അത് നിങ്ങളുടെ തലയിലോട്ട് കയറ്റിയിട്ട് നിങ്ങളും കൂടെ ഒന്ന് ചിന്തിക്കുക. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ. നമുക്ക് ബാക്കി കേൾക്കാം. ഇനിയും നമ്മുടെ രേണുവും മൊത്തത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കിച്ചു പറയുന്നുണ്ട്. നമുക്ക് ഇനി അതിലോട്ടൊക്കെ പോവാം. ജിനുവിന്റെ ഫാഷൻ ഷോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ കാണാറില്ല, പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു? ഫാഷൻ ഷോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ? ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും. അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം അവിടെ അത്ര അങ്ങോട്ട് കംഫോർട്ടായിട്ട് തോന്നില്ല. പിന്നെ ഇവിടെ ആകുമ്പം
അച്ചാമ്മയുണ്ട്. ആണ്. കേട്ടല്ലോ റെണ്ണുസുദ്ധിയുമായി ബന്ധപ്പെട്ടവൻ പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ. പാഷൻ ഷോ ഒന്നും ഞാൻ കാണാറില്ല, എനിക്ക് വയ്യ. പിന്നെ കൊല്ലത്ത് നിൽക്കുന്നതിൻ്റെ കാര്യം അവൻ പറഞ്ഞു, വളരെ ക്ലീൻ ആയിട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞു. അവൻ കംഫേർട്ട് അല്ല അവിടെ, അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഇതിന് മുമ്പ് കിച്ചു പറഞ്ഞിരുന്നത് പഠിക്കാനുള്ള മറ്റേ കൊല്ലത്താണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ അന്ന് തൊട്ടേ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് മാത്രമല്ല, അവനവിടെ കംഫേർട്ട് അല്ല. എങ്ങനെ ആ കുഞ്ഞവിടെ കംഫേർട്ട് ആവും? എങ്ങനെ അവിടെ കംഫേർട്ട് ആവും? അവനും ഇളയ കുഞ്ഞിനും കിട്ടിയ വീട് കൂടിപ്പോയാൽ അവരുടെ അമ്മയ്ക്ക് താമസിക്കാം, ഇല്ലെങ്കിൽ അവരുടെ അച്ഛൻ, ആ ഒരു അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാം. ഇത് പക്ഷെ അത് മാത്രമാണോ? തൊട്ടപ്പുറ കാണിക്കുന്ന ചേച്ചിയോ അനിയത്തിയോ അവരുടെ കുട്ടികളും അവരുടെ കെട്ടിയവനും എല്ലാം ഇവിടെയാ. എന്ത് കാര്യത്തിന്? എന്ത് കാര്യത്തിന്? വേണം, കൂട്ടുകുടുംബമൊക്കെ നല്ലതാണ്, പക്ഷെ അത് അവിടെ അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത്. ഈ പയ്യന് ചിലപ്പോൾ അതായിരിക്കാം ബുദ്ധിമുട്ട്, അതുകൊണ്ടായിരിക്കാം അവൻ കംഫേർട്ട് ഇവിടെയാണ്. അവൻ ചെറുപ്പം തൊട്ടേ വളർന്നത് ഇവിടെയാണ്. അവൻ അത്രയും അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ അവരുമായിട്ട് കാണത്തില്ല, അത്രേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് കൂടുതൽ മറ്റേ ചിക്കിച്ചറിയാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളതിനകത്ത് മാത്രം ഞാൻ പോയി ചിക്കിച്ചകയുന്നുള്ളൂ. കള്ളത്തരങ്ങൾ കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുമ്പോൾ ഇതിനകത്ത് താല്പര്യമില്ല. ബാക്കി എല്ലാരും ഉണ്ട്. അമ്മയുടെ അമ്മയുടെ റാം ബാക്ക് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ കണ്ടായിരുന്നു. മറ്റേ എങ്ങനെ ഉണ്ടായിരുന്നു പറയും, താങ്കൾ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു ആ റാം ബാക്ക്? എന്ത് പറ്റി? വാടഞ്ഞോ? തുറക്കു, ഇത്ര നേരം വായ ഉണ്ടായിരുന്നല്ലോ. ഒന്നും പറയാനില്ല, എന്ത് പറയാനാ. ഇന്നലത്തെ അല്ല, മിനിഞ്ഞാന്നത്തെ രാത്രിയിൽ ഒരു റാംബാക്ക് ഉണ്ടായിരുന്നല്ലോ. 1 മണി 2 മണി കണ്ടായി ആ പരിപാടി കഴിഞ്ഞപ്പോൾ. ആ പരിപാടിയുടെ മറ്റേ സെറ്റ് സാരിയൊക്കെ, സെറ്റ് സാരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സെറ്റ് സാരിയുടെ താഴോ എന്തെങ്കിലും ആവട്ടെ, വേണ്ട, നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നും ഇനി പറയാനൊന്നും പോകുന്നില്ല. എന്തോ ഒരു പരിപാടി, എന്തൊക്കെയോ ഉടുത്ത് ഇങ്ങനെ റാംബാക്ക് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ആ ചെറുക്കൻ ചോദിച്ചത്. അവനൊന്നും പറയാനില്ല, അവനൊന്നും പറയത്തില്ല. അവൻ്റെ അച്ഛൻ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് മാത്രം അവനൊന്നും പറയുന്നില്ല. അത് അവൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരന് വരെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിരിയാണ് എല്ലാവർക്കും, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. ഞങ്ങൾ ചില്ലാണ്. പിന്നെ ആ കൂടിരിക്കുന്ന കൂട്ടുകാരൻ, കിച്ചുമോനെ നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കൂടിരിക്കുന്ന കൂട്ടുകാരൻ അവൻ നിന്നെയും കൂടെ അകത്താക്കും. ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം. അവൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല, അത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ചിലപ്പം കുറച്ച് വാക്കുകളൊക്കെ അവൻ ഉപയോഗിക്കുന്നുണ്ട്, മോശം തെറികളോ അങ്ങനത്തെ ഒന്നുമല്ല, ലഹരി പരമായിട്ട് കുറച്ച് സാധനങ്ങൾ, അതൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പം മറ്റേ വേണ്ട, ഞാനത് പറയുന്നില്ല. പക്ഷെ കിച്ചു സൂക്ഷിച്ചോ, അവരെ നീ സൂക്ഷിച്ചോ. അവൻ എന്തോ വലിയ പുച്ഛിക്കുന്നതും അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, എൻ്റെ മറ്റേ 16 കിലോ ഉണ്ട്, എൻ്റെ ഇത് ഇത്രയുണ്ട്, അത് നിങ്ങളങ്ങ് എടാ മോനെ, ലൈവിലാണ്, സോഷ്യൽ മീഡിയ ആണ്, നാളെ ആ ഒരു പോഷൻ മാത്രം കട്ട് ചെയ്ത് പുറത്തോട്ട് അടിച്ചാൽ കിണിഞ്ഞ നല്ല അണ്ണാക്കി കിട്ടും നിനക്ക്. ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, ബാക്കി കുറച്ചും കൂടെ കേൾക്കാം. എന്താണ് വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ? എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ? എല്ലാരും കേട്ടല്ലേ? നിങ്ങളും കേട്ടല്ലോ, എന്നാലും കേട്ടു, എല്ലാവരും കേട്ടു. ഇവിടെ തീർന്നു. മനസ്സിലായില്ലേ? വീണയും നോക്കിയിട്ടില്ല, റെണ്ണുസുധിയും നോക്കിയിട്ടില്ല, ആരും ആ ചെറുക്കനെ നോക്കിയിട്ടില്ല. ആ സുധിയുടെ വല്യമ്മയും വല്യച്ഛനും ആരൊക്കെയാണ് ആ ചെറുക്കനെ നോക്കി, അതാണ് അവൻ കൂടുതൽ അവിടെ തന്നെ നിൽക്കുന്നത്. നമ്മളെ ചെറുപ്പത്തിൽ സ്നേഹിച്ചവരോടല്ലേ നമുക്ക് തിരിച്ച് സ്നേഹം തോന്നത്തുള്ളൂ, നമ്മൾ അവരുടെ അടുക്കലല്ലേ നിൽക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് റെണ്ണുസുധിയൊക്കെ, പിന്നെ അവൻ ഇതിനകത്തുനിന്നൊക്കെ അവനൊന്നും ഒരു പരിധി കൂടുതൽ മിണ്ടുന്നില്ല. ആ സ്ത്രീക്കെതിരെ മിണ്ടണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവൻ്റെ അച്ഛൻ കല്യാണം കഴിച്ച് അവസാനമായിട്ട് ഉണ്ടായിരുന്നൊരു അമ്മയാണ്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഒരു അനിയനുണ്ട്, ആ അനിയൻ്റെ അമ്മയാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവൻ കുറേയൊക്കെ മിണ്ടാതിരിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവൻ കാണുന്നില്ല. കണ്ടല്ലോ, പാഷൻ ചോയും ഇതൊന്നും അവൻ കാണാൻ പോകുന്നില്ല. പിന്നെ ഇവരുടെ അഭിനയത്തെ പറ്റി അവൻ പറയുന്നുണ്ട്, നല്ല കാര്യവും അവൻ പറയുന്നുണ്ട് കേട്ടോ, എല്ലാം ഞാൻ പറയുന്നില്ല, എല്ലാം കൂടെ ഒന്നും കുത്തി കയറ്റാത്ത നല്ല കാര്യം രേണുവിനെ പറ്റി പറയുന്നുണ്ട്. ആ കൂട്ടുകാരനും കൂടെ ഇരുന്ന് പറയുന്നുണ്ട്, പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ കുറച്ചും കൂടെ അഭിനയം എന്തൊക്കെയോ സെറ്റായി, എന്നാൽ എല്ലാം ഒന്നുമില്ല, പക്ഷേ പറ്റുന്നതൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ പറയട്ടെ, അവർ ജീവിക്കട്ടെ, ഞാൻ അതിനകത്തൊന്നും ഒരു കുറ്റവും പറയത്തില്ല. അവർ അഭിനയിക്കാതിരിക്കോ, ഞാൻ പറയുന്നതുണ്ടല്ലോ, അഭിനയിക്കുന്ന അവരുടെ ഇഷ്ടം. പക്ഷേ ആ സ്ത്രീ പാട്ട് പാടാൻ അത്യാവശ്യം നല്ല കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല വോയിസറോ, നല്ല എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അധികം വൈബിപ്പിക്കാതെ നമുക്ക് വീണ എസ് പിള്ള പറയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാവേ, പെട്ടെന്ന് തീർത്തേക്കാം. എനിക്ക് ഇവരുടെ ഒരു പരിധി കൂടുതൽ കാണാനും താല്പര്യമില്ല, നിങ്ങളെ കേൾപ്പിക്കാനും താല്പര്യമില്ല, എന്നാലും കുറച്ച്. ലൈവ് എന്റെ അമ്മയുടെ സിസ്റ്റർ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെയാണ് ഞാൻ ലൈവ് കണ്ടത്. ഞാൻ സ്ഥലത്തില്ല, ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ചെന്നൈക്ക് അങ്ങോട്ട് പോകുന്നു പറഞ്ഞായിരുന്നല്ലോ. അതെ അതെ അതെ, ഞാൻ അവിടെയാണ്. അപ്പൊ എനിക്ക് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊടുക്കാനായിട്ട്, എനിക്ക് വീഡിയോ കൊടുക്കാൻ താല്പര്യമില്ല, എന്നാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് പറയേണ്ടത് പറയണമല്ലോ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സഹോദരങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അവരുടെ അടുത്ത് ഇനിയിപ്പം രേണു ഫാൻസ് കത്തി കയറിക്കൊണ്ട് ചെല്ലും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ രാത്രി വിളിച്ചത് ചേട്ടനെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചുവിന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയതായിട്ട് 24 മണിക്കൂറും വഴക്കാറുന്നു, രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ ഇത് കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, സത്യമാണ്. കിച്ചു പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ തുണിയൊക്കെ തേച്ച് കൊച്ചിനെയൊക്കെ ഒരുക്കി നമ്മള് എന്നോട് പറയണം അമൃതയിൽ ഒരു ഷൂട്ടുണ്ട്, ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അമൃതയുടെ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കണോ വേണ്ടല്ലോ? അങ്ങനെ ഈ കിച്ചുവിനെയും കൊണ്ട് സുബിച്ചേട്ടൻ അമൃതയിൽ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് ഈ ശാലിനിയുടെ വീട്ടിൽ. ശാലിനിയുടെ വീട്ടിൽ ഇവരെ തമ്പാനൂരിൽ നിന്ന് വന്ന് വിളിച്ചോണ്ട് പോയി, അതായത് ഇവരെ കൊണ്ടാക്കിയ വ്യക്തി ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്നെ കോൾ ചെയ്തു. ആള് ജീവിച്ചിരിപ്പുണ്ട്, ആള് ചിലപ്പോ ഈ വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും. സുധി, ഇതിന്റെ പേരിലൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ വഴക്കുണ്ടാക്കി തുടങ്ങി. ഓക്കെ, നല്ല കാര്യം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നല്ല കാര്യം, ഇതിലൊക്കെ തന്നെ വേണം വഴക്കുണ്ടാക്കാൻ. പക്ഷെ എൻ്റെ ഒരു ചോദ്യമാണ്, സുധി വേറെ ആരുടെക്കെങ്കിലും ആണോ പോയേ? പുറത്ത് വേറെ ആരുടെക്കെങ്കിലും പോയപ്പോഴത്തേക്ക് നിങ്ങൾ പൊക്കുവല്ലോ ചെയ്തോ? നിങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ. ഓക്കെ, അതല്ലാതെ നിങ്ങളിപ്പോൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഇത്രയും വലിയ കാര്യത്തോടെ പറയുന്നുണ്ടല്ലോ മുൻഭാര്യയെടുക്കെ പോയെന്ന്. ആ മുൻഭാര്യ ആരാ? ആ മുൻഭാര്യയെടുക്കെ ആരുടെ കൂടെ പോയത്? കിച്ചുവിൻ്റെ കൂടെ. കിച്ചുവിൻ്റെ അമ്മയല്ലേ അത്? നിങ്ങളത് മറന്നുപോയോ? വന്നിരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് വിട്ടുപോയോ? എടേ, കിച്ചുവിൻ്റെ അമ്മ, പുള്ളിയുടെ ആദ്യ ഭാര്യ, അവരുടെ അടുക്ക വൈകിട്ട് കിച്ചുവിനെ കൊണ്ട് പോയെന്നും പറഞ്ഞ് നിങ്ങളെന്തിനാ അതിനെയൊക്കെ വേറെ രീതിയിലേക്ക് കാറും കയറി പിടിച്ച് ഹിമാലയം ചാട്ടി അപ്പുറേ പോയി ചിന്തിക്കാൻ പോകുന്നേ? അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കും. ആ മനുഷ്യൻ നിങ്ങളെടുക്കുമെന്ന് പെട്ടെന്ന് പോയത് നന്നായി, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ എന്തെങ്കിലും ഉടായിപ്പ് ഇവരുടെ കൂടെ വന്നു, അതിന് ശേഷം അങ്ങേര് ആ ഒരു സ്ത്രീയായിട്ട് എന്തെങ്കിലും പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലാക്കാം. അതല്ലാതെ അവരെ കാണാൻ പോലും രാത്രിയിലെന്നോ പകലെന്നോ അവരെ എപ്പോഴാന്ന് വെച്ചാൽ പോയി കാണണ്ടോ? ആ കൊച്ചിൻ്റെ അമ്മയല്ലേ, ആ കൊച്ചിനെ കൊണ്ടല്ലേ പോയത്, അല്ല തനിച്ചൊന്നും അല്ലല്ലോ പോയത്. തനിച്ച് രാത്രി ഒറ്റാൽ പിടിക്കാനൊന്നും അല്ലല്ലോ പുള്ളി പോയത്. പുള്ളി ആ വ്യക്തിക്കും ആരെയാണോ കാണാൻ പോയത് ആ സ്ത്രീക്കും ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ടാണ് അവരുടെ അടുക്ക പോയത്. മനസ്സിലായില്ലേ? അതിനകത്ത് ഇത്ര വലിയ തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് എന്ത് തെറ്റാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? പോകരുതെന്ന് പറയണോ? ആ കുഞ്ഞിൻ്റെ അമ്മയെ കൊണ്ട് കാണിക്കരുതെന്ന് പറയണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇനി അങ്ങനെ പോകുന്ന എന്തെങ്കിലും തെറ്റാണോ? ഇവിടെ എന്തോരം എനിക്കറിയാം, ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, ലൈക്ക് ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും എന്താ അങ്ങനെയും ചിന്തിക്കാൻ പറ്റാത്ത? ഉടനെ അതും പറഞ്ഞ് മറ്റേ വാളെടുത്ത് അങ്ങോട്ട് തുള്ളാനിറങ്ങി. പിന്നെ ചെറുക്കൻ പറയുന്നത് നിങ്ങളുടെ ഒരു വഴക്കൊന്നും അല്ല, എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കാണെന്നായി എപ്പോഴും. പിന്നെ അവന് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യമുണ്ടെന്നും അവൻ പറഞ്ഞു പോകുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. കൂടുതലായിട്ട് ഞാൻ ചൊല്ലാൻ നിൽക്കുന്നില്ല. ഞാൻ ഈ ഒരു കാര്യം ചെയ്യാനുള്ളൊരു കാരണം, അന്ന് ഇവർ ഇൻ്റർവ്യൂകളിൽ കയറിയിരുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേക്കൊരു ഒരു എന്തൊക്കെയോ എവിടെയോ കണക്റ്റ് ആവാത്ത പോലെ തോന്നി. ഞാൻ അതൊന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നെ തെറി പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരോട് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ ചെറുക്കൻ പറയുന്നത്. ഇനി അവനും കള്ളനാണെന്നും ഇനി അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്നും ഒക്കെ വേണമെങ്കിൽ അടിച്ചിറക്കാൻ ഇവിടെ കുറേ പേര് കാണും. എന്തു ആയിക്കോട്ടെ, ഞാനൊന്നും ഇനി പറയാൻ നിൽക്കുന്നില്ല. എനിക്കിതൊന്ന് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നിയടേ, അത് ഞാൻ പറയുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടാൽ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.